അടുത്ത് രണ്ടുപേരും ആരുടെ മക്കളും കൂടി തിന്നും. ഇത് പറയുമ്പോൾ മീൻ പറയാണെന്ന് വിചാരിക്കാം, ഏയ് ഇതെല്ലാം വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയുള്ള വർത്താനം. എടോ, താൻ കാണിച്ചതാ ഈ കുളത്തിൽ അങ്ങനെ ഒരു ജീവിനെ, മനുഷ്യൻ തന്നെ ജീവിനെ കാണിച്ചതാ? മനുഷ്യൻ തന്നെ ജീവനെ എനിക്കൊന്ന് കാണിച്ചതാ? ഈ കുളത്തിൽ വെക്കുന്ന മീനിനെ എങ്ങനെ മനുഷ്യനെ കാണിച്ചു കൊടുക്കാനാ? നീ കുറച്ചും കൂടി നല്ല യുക്തിവാദിയാണെങ്കിൽ പറയും, എന്താ ആ ചീനച്ചട്ടിയിൽ കിടന്ന് പൊരിച്ച് തിരിച്ചു വന്ന് ഏതെങ്കിലും ഒരു മീനിനെ കാണിച്ചു തരാൻ പറ്റുമോ? പാവം തവളക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ മത്സ്യം ബുദ്ധിയുള്ളവനാണെങ്കിൽ അയാൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത് അയാൾക്ക് അടിസ്ഥാനപരമായൊരു വിനയം വേണം. അതെന്താ? ഞാൻ ഈ കുളത്തിൽ ജീവിക്കുന്നത്, അതിന് പുറത്ത് ലോകം ഉണ്ടാവാം. ലോകം ഉണ്ടെന്നല്ല, ഉണ്ടാവാലോ. ഉണ്ടാവാം എന്ന് ഉൾക്കൊള്ളാനുള്ള വിനയം ആദ്യം വേണം. ആ വിനയം ഉണ്ടായാൽ അത്തരം ഒരു ലോകമുണ്ടെങ്കിൽ തവള എന്ന ജീവിക്ക് അത്തരം ഒരു ലോകത്തെക്കുറിച്ച് വല്ല അറിവും വന്ന് ലഭിച്ചിരിക്കാൻ വല്ല സാധ്യതയുണ്ടോ? അതാണ് ആദ്യം മത്സ്യം അന്വേഷിക്കേണ്ടത്. തവളയുള്ളത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തവളക്ക് കുളത്തിനപ്പുറത്തൊരു ലോകമുണ്ടെങ്കിൽ അത്തരം ഒരു ലോകത്തെക്കുറിച്ച് വല്ല അറിവും വന്ന് ലഭിക്കാൻ വല്ല സാധ്യതയുണ്ടോ? അപ്പോ അത് അന്വേഷിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും മത്സ്യത്തിന് മനസ്സിലാകും കരയിൽ കൂടി പോകാൻ കഴിയുന്ന ജീവിയാണ് തവള. അതുകൊണ്ട് തന്നെ കര എന്നൊരു ലോകമുണ്ട്. ആ ലോകത്തെ കാഴ്ചകൾ കണ്ടു മടങ്ങി വന്നവനാണ് തവള. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കേണ്ടത് ഈ തവള കളവ് പറയാൻ വല്ല സാധ്യതയുണ്ടോന്ന്. അപ്പൊ അറിയുന്നു തവള ഇതുവരെ ഒരാളോടും ഒരു കളവും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തനിക്കറിയാത്തൊരു ലോകം, ആ ലോകം കാണാൻ കഴിവുള്ള തവള, ആ തവള പറഞ്ഞത് ഇതുവരെ കളവ് പറയാത്തവനാണ് തവള എങ്കിൽ ആ പറഞ്ഞതനുസരിച്ചിട്ട് ഇത് കടിക്കാതിരിക്കലാണ് ബുദ്ധി എന്നുള്ളതാണ് ഒന്ന് നമ്മൾ അറിയേണ്ടത്. ഇനി എന്താ ഇത് പരലോകവുമായിട്ടുള്ള ബന്ധം? ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സിൽ മരണത്തിന് ശേഷം ജീവിതം ആവശ്യമുണ്ട് എന്ന ബോധമുണ്ട്. എന്നാൽ അത്തരം ഒരു ജീവിതമുണ്ടോ? ഉണ്ട് എന്ന് പറയുന്ന പ്രവാചകന്മാരെ ഞാൻ കാണുന്നു. ആ പ്രവാചകന്മാരിൽ അന്തിമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് അത്തരം ഒരു ലോകമുണ്ടെങ്കിൽ ആ ലോകത്തിന്റെ നായകനായ സട്ടാവിൽ നിന്ന് വല്ല സന്ദേശവും ലഭിക്കാൻ സാധ്യതയുണ്ടോ? അതാ ഞാൻ ആദ്യം പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലുള്ള പരിശുദ്ധ ഖുർആൻ എന്ന സന്ദേശം ഞാനത് പരിശോധിച്ചു നോക്കുന്നു. എന്റെ ശാസ്ത്രീയമായ ചരിത്രപരമായ എല്ലാ അറിവും ഞാൻ ആ ഖുർആനുമായി താരതമ്യം ചെയ്ത് നോക്കുന്നു. അത്ഭുതപ്പെടുന്നു ഞാൻ. എന്താ കാരണം? ആ പരിശുദ്ധ ഖുർആനിൽ ഈ അറിവുകളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരബദ്ധം പോലെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ചൊരു ഗ്രന്ഥം. അതിൽ ഭൂമിയെപ്പറ്റി, ആകാശങ്ങളെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, തിരമാലകളെക്കുറിച്ച്, അന്തരീക്ഷത്തെക്കുറിച്ച്, ആകാശ ലോകത്തെക്കുറിച്ച്, പറവകളെക്കുറിച്ച്, സസ്യലതാദികളെക്കുറിച്ച്, ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, മനുഷ്യന്റെ അവയവങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ രൂപപരിണാമത്തെക്കുറിച്ച് എന്ന് വേണ്ട നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങളുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അത് എഴുതിയാൽ അബദ്ധമുണ്ടായേ തീരൂ എന്നെന്റെ ശാസ്ത്രബോധം എന്നെ പഠിപ്പിക്കുന്നു. 14 നൂറ്റാണ്ട് വേണ്ട, 1 നൂറ്റാണ്ട് മുമ്പ് എഴുതിയാൽ തന്നെ അബദ്ധം ഉണ്ടായേ തീരൂ. പക്ഷെ അത്ഭുതകരം, ഞാൻ ഖുർആൻ പരിശോധിക്കുമ്പോൾ എന്റെ അറിവ്, എന്റെ ശാസ്ത്രജ്ഞാനം, എന്റെ ചരിത്രജ്ഞാനം, എന്റെ ഗോളശാസ്ത്രജ്ഞാനം, എന്റെ ഭൂമിശാസ്ത്രജ്ഞാനം, എന്റെ പ്രാണിശാസ്ത്രജ്ഞാനം, എന്റെ മനുഷ്യ ശാസ്ത്രജ്ഞാനം, മനുഷ്യ ശരീരശാസ്ത്രജ്ഞാനം, മനുഷ്യന്റെ രൂപപരിണാമത്തെക്കുറിച്ചുള്ള ഭ്രൂണശാസ്ത്രജ്ഞാനം, എല്ലാം ഉപയോഗിച്ച് ഞാൻ പഠനവിധേയമാക്കുന്നു. ഒരബദ്ധമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് ഒഴിവാക്കാമായിരുന്നു എനിക്ക്. പക്ഷെ അത്ഭുതകരം, ഒരബദ്ധമെങ്കിലും കണ്ടെത്താൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 പതിറ്റാണ്ടോളം കാലമായി കേരളത്തിലെ വേദികളിലൂടെ
ഞാൻ തുറന്നു ചോദിക്കുന്നു, ഒരബദ്ധം ഈ ഖുർആനിൽ നിന്നൊന്ന് കണ്ടെത്തി കാണിച്ചു തരാൻ കഴിയുമോ എന്ന്. ഞാൻ മറ്റു മത പണ്ഡിതന്മാരെ വേദിയിലിരുത്തി ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ഭൗതികവാദികളായ ശാസ്ത്രത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ഈ ആളുകളെ വേദിയിലെടുത്ത് ചോദിച്ചിട്ടുണ്ട് ചോദ്യം. കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ അബദ്ധം. ഉണ്ടെങ്കിൽ നമുക്കിത് വലിച്ചെറിയാമായിരുന്നു. ആ ഖുർആൻ എന്നോട് ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സടവായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നേനെ. അതെ, ഒരു വൈരുദ്ധ്യം, ഒരു അബദ്ധം കണ്ടെത്താതിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന്. പിന്നെ എനിക്ക് അന്വേഷിക്കാൻ പറ്റാത്തൊരു ലോകത്തെക്കുറിച്ച് അതിലുണ്ട്. അത് മരണാനന്തര ജീവിതമാണ്. ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഒരു അബദ്ധവുമില്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഈ ഖുർആൻ പറയുന്നതിൽ ഒരു അബദ്ധവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് എൻ്റെ ബുദ്ധി എന്നോട് പറയുന്നത്. നേരത്തെ പറഞ്ഞ മത്സ്യത്തെ പോലെ ഞാൻ എൻ്റെ ബുദ്ധി, എനിക്കൊരല്പം വിനയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ ബുദ്ധി എന്നോട് വിളിച്ചു പറയുന്നു, ഇല്ല, മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു എന്നതുകൊണ്ട് തന്നെ അത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. കഴിഞ്ഞില്ല എൻ്റെ അന്വേഷണം. ഈ ഖുർആനുമായി വന്ന ഒരു മനുഷ്യനുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയാൻ തുടങ്ങിയത് 40-ാമത്തെ വയസ്സ് മുതൽക്കാണ്. 40 വയസ്സ് വരെ അദ്ദേഹം എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ടുണ്ടോ? എതിരാളികൾക്കെങ്കിലും അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കെങ്കിലും വല്ല അഭിപ്രായമുണ്ട് അദ്ദേഹം കളവ് പറഞ്ഞതായി? ഇല്ല, ഒരിക്കൽ പോലും. ഒരബദ്ധത്തിലെങ്കിലും, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കളവ്, ഒരേ ഒരു കളവ് 40 വയസ്സ് വരെ ഇല്ല, ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാനില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു അബൂജഹൽ പറഞ്ഞത് മുഹമ്മദ് കളവ് പറയുന്നവനാണെന്ന് നമുക്ക് അഭിപ്രായമില്ല, പക്ഷെ അവൻ കൊണ്ടുവന്ന ആദർശം അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. അദ്ദേഹം ഇല്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നിട്ട് 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം പറയാൻ തുടങ്ങുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് കേട്ടോ. അങ്ങനെ പറയുക വഴി അദ്ദേഹത്തിന് എന്താ ലഭിച്ചത്? 40 വയസ്സുവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരാരോപണം ആരെങ്കിലും പറഞ്ഞാൽ ആ നാവിനെതിരെ ഉയരുന്ന 1000 നാവുകൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ആരുടെ